കണ്ണൂർ ഉളിക്കൽ കോളിത്തട്ടിൽ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് മണ്ണിടിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിലെ 3 പാലങ്ങൾ വെള്ളത്തിനടിയിലാണ്. മാട്ടറ, വടിയാംതോട്, വയത്തൂർ പാലങ്ങളിലാണ് വെള്ളം കയറിയത്. ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറി വെള്ളം കയറി ഒറ്റപ്പെട്ടു. ഇരിട്ടി തൊട്ടിപ്പാലത്തെ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് വയനാട്ടിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്. നിഖിലാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖില, ഇന്നലെ രാത്രി മുതൽ തന്നെ അവിടെ മഴയാണെന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോഴും ഉള്ള സാഹചര്യം? വെള്ളം എല്ലായിടത്തും ഉയരുന്നുണ്ട്, വെള്ളം വീടുകളിൽ കയറുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ജനവാസ മേഖലയിൽ തന്നെ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിൽ തന്നെയാണോ ഇങ്ങനെ വെള്ളം കയറുന്നത്? അവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു? വിവരങ്ങൾ. ശ്യാമിലി, ഏതായാലും കണ്ണൂരിന്റെ വിവിധ മലയോര മേഖലകളിൽ മഴയും മലവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും എല്ലാം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ രൂപപ്പെടുന്നത് ഇരിട്ടി ഭാഗത്താണ്. അവിടെ ഈ തൊട്ടിപ്പാലം പേരട്ട മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോളിത്തട്ടിൽ മണ്ണിടിച്ചിൽ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ഇതുവരെ വെള്ളം കയറാത്ത മേഖലകളിലേക്ക് പോലും ചെളിയോടുകൂടി വെള്ളം കുത്തി ഒഴുകി എത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോളിത്തട്ട് മേഖലയിൽ, അതായത് ഉളിക്കൽ പഞ്ചായത്തിലെ തന്നെ അറബി കോളിത്തട്ട് എന്ന് പറയുന്ന പ്രദേശമാണ്, അവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ പ്രദേശവാസികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്: ഈ തൊട്ടിപ്പാലം, പേരട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ പതിവായി വെള്ളം കയറുന്ന ചില മേഖലകളുണ്ട്. അതല്ലാത്ത ഇടങ്ങളിൽ അസ്വാഭാവികമായ രീതിയിൽ വെള്ളം കുതിച്ചെത്തുന്ന ഒരു രീതിയാണ് നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാവും. വലിയ കുത്തൊഴുക്കാണ്, ചെളി വെള്ളം കുത്തി ഒഴുകിയെത്തുന്നത് കാണാനാവുന്നുണ്ട്. ആ മേഖലയിൽ അങ്ങനെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. മറ്റൊന്ന് ആറളത്താണ്. ആറളത്തും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. കക്കുവ, ചീങ്കണ്ണി പുഴകൾ രണ്ടും കരകവിഞ്ഞു കഴിഞ്ഞു. കക്കുവ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ആറളം ഫാമിലെ 11, 13 ബ്ലോക്കുകളിലുള്ള 15 കുടുംബങ്ങളെ സമീപത്തെ അംഗനവാടിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ആറളം വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ ബട്ടർഫ്ലൈ സാങ്ച്വറി, അവിടേക്കുള്ള പ്രവേശന കവാടം ഒരു പാലമാണ്. ആ പാലം പൂർണ്ണമായും ചീങ്കണ്ണിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അങ്ങനെ പല ഇടങ്ങളിലായി വലിയ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ ഉളിക്കൽ പഞ്ചായത്തിലെ 3 പാലങ്ങൾ, മാട്ടറ, വട്ടിയാന്തോട്, വയത്തൂർ പാലങ്ങൾ, ഈ 3 പാലങ്ങൾക്ക് മുകളിലൂടെയും ഇപ്പോൾ വെള്ളം ഒഴുകുകയാണ്. അതുകൊണ്ട് അവിടെയും ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. നിഖിലെ, മറ്റൊരു കാര്യം, ഈ കർണാടക വനത്തിൽ ഉരുൾപൊട്ടി എന്നുള്ള ഒരു സംശയം ഇപ്പോഴുണ്ടല്ലോ. ചെറുപുഴ കാര്യങ്കോട് പുഴയിൽ വെള്ളം കയറി എന്നാണല്ലോ വരുന്ന വിവരങ്ങൾ. കോഴിച്ചാൽ റവന്യൂ തുരുത്തിൽ ഒറ്റപ്പെട്ട വയോധികയെ നാട്ടുകാർ പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയ, കാര്യങ്കോട് പുഴയിൽ വെള്ളം കയറിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നിലവിൽ പുറത്തു വരുന്നത്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് നിഖിൽ? നമ്മൾ ഈ ഇരിട്ടി, ആറളം മേഖലകൾ കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ചെറുപുഴ മേഖലയിലാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി എന്നാണ് സംശയം. കാരണം പൊടുന്നനെ രാവിലെയോടുകൂടി ഈ പുതിയ പാലത്തിന്റെ പണി നടക്കുന്ന ആ ഭാഗത്ത് വെള്ളം കുതിച്ചെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ റവന്യൂ തുരുത്തിൽ സുമതി എന്ന് പറയുന്ന സ്ത്രീ, അവർ അവിടെ ഒറ്റപ്പെട്ടു പോയത്. നാട്ടുകാരും ഈ സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സംവിധാനങ്ങളും എത്തി അവരെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. അവർ പറയുന്നത് പൊടുന്നനെ വെള്ളം കയറി വരികയായിരുന്നു. രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറാനോ ഉള്ള ഒരു സമയം പോലും കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവരെ ഇപ്പോൾ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ഈ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. പുഴയിൽ ജലനിരപ്പ് വല്ലാതെ ഉയരുന്നത് കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ചെറുപുഴ മേഖലയിലുള്ളത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പാൽച്ചുരം വഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾക്ക് കടന്നു പോകാനാവാത്ത അവസ്ഥയാണ്. അമ്പായത്തോട് വെച്ച് ഇപ്പോൾ വാഹനങ്ങൾ തടയുന്നു, മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ശരി.